ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് എനിക്ക് മെസ്സേജസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പം എല്ലാവരും ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ പ്രീമിയം ടൈപ്പ് നിക്കാഹിനാമ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ബോക്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബോക്സ് നിക്കാഹിനാമയുടെ നിക്കാഹിനാമ ബുക്ക്ലെറ്റിൻ്റെ ബോക്സ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസും വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് മെസ്സേജസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീഡിയോ ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാനിപ്പം ഇന്നത്തെ വീഡിയോയിലിപ്പം കാണിക്കുന്നത് ഒരു A4 സൈസ് വരുന്നൊരു നിക്കാഹ് നാമ ബുക്ക്ലെറ്റിൻ്റെ ബോക്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ സൈസിനെ കുറിച്ച് പറയാം കേട്ടോ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ A3 A4 ഈ ഒരു സൈസിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു A3 സൈസ് എന്ന് പറയുമ്പം അതിൻ്റെ പകുതിയായിട്ടാണ് A4 വരിക, പിന്നെ A2 സൈസിൻ്റെ പകുതിയായിട്ടാണ് A3 വരിക. ഈ ഒരു രീതിയിലാണ് ഈ സൈസ് കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇപ്പം A4 സൈസിലാണല്ലോ. അപ്പം A4 സൈസിലൊരു നിക്കാഹിനാമയുടെ ആ ഒരു ബുക്ക്ലെറ്റ് വരുന്ന ഒരു സൈസിൽ നമുക്ക് എങ്ങനെ അതിനൊരു ബോക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കറക്റ്റ് ഇപ്പം ഒരു A4ൻ്റെ സൈസ് എന്ന് പറയുന്നത് 29.7 സംതിങ് സെൻറ്റിമീറ്റർ, പിന്നെ 21 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. ഈ ഒരു സൈസിലാണ് ശരിക്കും ഒരു A4 സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു 29 പോയിൻറ്റ് സംതിങ് എന്നുള്ളത് 30 സെൻറ്റിമീറ്റർ ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു നിക്കാഹിനാമ ബുക്ക്ലെറ്റിൻ്റെ A4 സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 29 എന്നുള്ള ഇതിന് പകരം 30x21 സെൻറ്റിമീറ്ററാണ് സൈസ് വരിക. അപ്പോൾ ഈ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുന്ന സൈസൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സൈസാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബോക്സാണ് ഇപ്പം ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഈ ഒരു ബോക്സിൻ്റെ ഞാൻ ഇതുപോലെ 3 ഷീറ്റാണ് എടുക്കുന്നത്. 2 സെയിം സൈസിലും പിന്നെ ഒന്ന് നമുക്ക് ആ ഒരു സെൻറ്ററിൽ കൊടുക്കാനുള്ള ഒരു സൈസും. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെഷർമെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ഈ ഒരു ബോക്സിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ ആണ് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ സൈസിന് അതിൻ്റെ ഷീറ്റിൻ്റെ സൈസൊക്കെ എടുക്കേണ്ടത്. അപ്പം എൻ്റെ ബുക്ക്ലെറ്റിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു 34 സെൻറ്റിമീറ്റർ ബോക്സിൻ്റെ ഷീറ്റിൻ്റെ സൈസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സൈഡ് 21 വരുന്നത് ഒരു 25 എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ പറയുന്ന ഈ ഒരു മെഷർമെൻറ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിൽ നമുക്ക് ആ ഒരു ബുക്ക്ലെറ്റ് വെക്കാൻ പറ്റിയാൽ മതി. അപ്പം എന്തായാലും കുറച്ച് എക്സ്ട്രാ ആക്കിയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോക്സിൻ്റെ ഹൈറ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ അത് ഞാനൊരു ഇവിടെ ഇപ്പോൾ ഒരു 5.5 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 6.5 ഒക്കെ എടുക്കുക. കാരണം നമുക്ക് പെന്നും വെക്കണമല്ലോ, സിഗ്നേച്ചർ പെന്നും വെക്കണം. അതിപ്പം കുറച്ചും കൂടി ഫ്ലവേഴ്സും ഇതൊക്കെ വരുമ്പം കുറച്ച് ഒരു എന്താ പറയുക ഒരു വോളിയം വരുമല്ലോ. അപ്പം അതുകൊണ്ട് അതും കൂടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 6 സെൻറ്റിമീറ്റർ ഹൈറ്റോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ആ ഒരു മെഷർമെൻറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 34 സെൻറ്റിമീറ്റർ. ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോം ബോർഡാണ്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ നാട്ടിലൊക്കെ ഈ ഒരു മെറ്റീരിയലിന് ഫോം ബോർഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കറൻറ്റ്ലി UAE-യിലാണല്ലോ. അപ്പം ഇവിടെ പക്ഷേ ഇതിന് ഫോറക്സ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ശരിക്കുള്ള നെയിം എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവിടെ ഫോം ബോർഡ് എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്, ഇവിടെ നമ്മൾ ഷോപ്പിലൊക്കെ ചോദിക്കുന്ന സമയത്ത്. അപ്പം പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ അടുത്തിടെ ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഇവിടെ പറയുന്ന പേരും എൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോഴാണ് ഇവിടെ ഫോറക്സ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു മെറ്റീരിയൽ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ സാധാ ഈ ഒരു ഹാമ്പർ ബോക്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു ഫോം ബോർഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല. അതായത് ഈ ഒരു ഫോറക്സ്
ഫോറക്സ് ബോർഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല. ഇതിന് പകരം നല്ല കട്ടിയുള്ള ചിപ്പ് ബോർഡ് കിട്ടും. അതായത് നമ്മുടെ ഈ ബുക്കിൻ്റെ എന്താ പറയുക ചട്ടയൊക്കെ ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള, അത് പല സൈസിലുള്ളത്. ഏറ്റവും കുറഞ്ഞ 5 mm എങ്കിലും നിങ്ങൾ ഈ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം വലിയ സൈസിലൊക്കെ A3 സൈസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലയും കേട്ടോ ബോക്സ്. അത്ര ഒരു നമുക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യില്ല ഈ ഫുള്ള് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3 mm ഒക്കെ എടുത്ത് ചെയ്ത് 2 mm ഒക്കെ എടുത്ത് ചെയ്ത സമയത്ത് ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷീറ്റൊക്കെ ആകുമ്പോൾ അതിങ്ങനെ ഒലയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പിന്നെയും മാറ്റി ചെയ്തതാണ്. അപ്പോൾ ഒരു 5 mm എങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഉറപ്പ് നമുക്ക് തോന്നും ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ബോക്സിനൊക്കെ. കാരണം നമുക്കിപ്പോൾ ഇത് കൊറിയർ ചെയ്യേണ്ടതൊക്കെ ആകുമ്പം കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, സെയിം ഈ ഒരു ഫോം ബോർഡ് അല്ലെങ്കിൽ ഫോറക്സ് ബോർഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ കട്ടിയുള്ള ചിക്ക് ബോർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ ഉണ്ട് കേട്ടോ. കാർഡ്ബോർഡ് സാധാ നമ്മൾ പേപ്പർ എന്താ പറയുക ബോക്സൊക്കെ ചെയ്യുന്നതല്ല, പക്ഷേ അതിൽ കട്ടിയുള്ളതും ഉണ്ട്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഈ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ അതിൻ്റെയൊക്കെ ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കാർഡ്ബോർഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തു നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ മെറ്റീരിയലൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്കിത് വെച്ചിട്ട് ഈ ഒരു ബോക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾസ് പറഞ്ഞാണ് ഈ മെറ്റീരിയൽസൊക്കെ. അതുപോലെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്നെ സെയിം സാധനം തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് അതിൻ്റെ യൂസേജ് നടന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇതുപോലെ ബുക്ക്ലെറ്റോ അതല്ലെങ്കിൽ ഇതുപോലെ ബോക്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ഈ പേപ്പർ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു 0.8 സെൻറ്റിമീറ്റർ അല്ല ഒരു 1 സെൻറ്റിമീറ്റർ എങ്കിലും ഒരു ഗ്യാപ്പ് വെച്ചിങ്ങനെ നമ്മൾ വേണം അത് പേപ്പർ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എങ്കിലേ നമുക്കതിങ്ങനെ ഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഫുള്ളിങ്ങനെ ഫോൾഡായി നിൽക്കില്ല, കുറച്ചിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഫുള്ളായിട്ട് നമുക്കതിങ്ങനെ ഫോൾഡാക്കി നന്നായിട്ട് നല്ല വൃത്തിയിൽ ഫോൾഡായിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടു. കാരണം ഇനി നമുക്കതിൻ്റെ മേലെ ഇപ്പം എന്താ പറയുക ഫാബ്രിക് സ്റ്റിക്ക് ചെയ്യാറുണ്ട്, പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി സ്റ്റിക്ക് ചെയ്ത് വരുമ്പോഴേക്ക് കറക്റ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് ഇത് ഫോൾഡായിട്ട് ബുക്ക്ലെറ്റ് ആണെങ്കിലും ബോക്സ് ആണെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള എന്താ പറയുക കവറിങ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 2 രീതിയിൽ ഞാൻ കവറിങ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതുപോലെ വെൽവെറ്റ് ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം വേറൊരു മെറ്റീരിയലും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് ഞാനിപ്പം ഇതുപോലെ വെൽവെറ്റ് ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ മെറ്റീരിയലാണ് നമ്മളിപ്പം ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞല്ലോ ഈ ഒരു എന്താ പറയുക ഈ ഒരു ബേസിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് 34 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് വരുന്നത്. അപ്പം അതിനെക്കാട് കുറച്ചും കൂടി എക്സ്ട്രാ നമുക്കിതാ ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് ഫോൾഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് ക്ലോത്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫാബ്രിക്കിൻ്റെ ഏകദേശ സൈസ് എന്ന് പറയുന്നത് ഒരു 45 × 60 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ്സ് തന്നെ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഫോൾഡ് ആക്കാൻ പറ്റണം, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് എക്സ്ട്രാ എടുക്കേണ്ടി വരുമല്ലോ നമ്മൾ എന്തായാലും ഈ ഒരു ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോർണേഴ്സ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക 4 സൈഡും. അത് ആ ഒരു കോർണറിനെ അടുപ്പിച്ച് നിങ്ങൾ കട്ടാക്കരുത് കേട്ടോ.
കുറച്ചൊന്ന് ഗ്യാപ്പ് ഈ ഒരു രീതിയിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിപ്പം ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ഗ്ലൂ അതായത് ഫെവിക്കോൾ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് എന്താ പറയുക ഫെവി ബോണ്ടും പിന്നെ ഈ ഫാബ്രിക്കും എല്ലാം ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്ട്രോങ് ഗ്ലൂ ഒക്കെ ഒരുപാട് ഈ ക്രാഫ്റ്റ് സ്റ്റോറിലും ഒക്കെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഗ്ലൂവും യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഗ്ലൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഈ ഒരു വൈറ്റ് ഗ്ലൂവിനെയും കാട്ടിലും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കത് പെട്ടെന്ന് പരിപാടി കഴിയും. ഈ വൈറ്റ് ഗ്ലൂ എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുമല്ലോ ഫുള്ളായിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നുള്ള വർക്കൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ട്രോങ് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് അന്ന് ആ സമയത്ത് എൻ്റെ അടുത്ത് ഗ്ലൂ ഉണ്ടായിരുന്നില്ല, സ്ട്രോങ് ഗ്ലൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് ഇപ്പം വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പം അധികവും അങ്ങനെയുള്ള സ്ട്രോങ് ഗ്ലൂ ആണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. ഫാബ്രിക്കും അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലൂ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ പറയാത്തത് ഇവിടെ കിട്ടുന്നതല്ല, നാട്ടിൽ കിട്ടുക. അപ്പം നിങ്ങൾക്ക് എല്ലാ ഇതിനും യൂസ് ചെയ്യാം. വുഡും അതുപോലെ റബ്ബർ പിന്നെ ഫാബ്രിക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്ലൂ എന്നൊക്കെ അതിൻ്റെ മുകളിൽ എന്തായാലും അവർ പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ബോക്സിൻ്റെ ആ ഒരു എന്താ പറയുക ഫസ്റ്റുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരിക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സ് സംഭവം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഷീറ്റ് ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇട്ടിട്ട് ഈ ഒരു നമ്മുടെ ഫസ്റ്റുള്ള ആ ഒരു ബേസിൽ ഒതുങ്ങുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ 4 സൈഡും ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വെച്ച് നോക്കുക നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, ഈ ബോക്സിൻ്റെ ബുക്ക്ലെറ്റ് ആദ്യം ചെയ്തിട്ട് വേണം ബോക്സ് ചെയ്യാൻ. അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് പ്രത്യേകിച്ച് മെഷീൻ കട്ടൊന്നുമല്ലല്ലോ, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മെഷർമെൻറ്റ്സ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക്ലെറ്റിൻ്റെ ആ ഒരു ബേസ് ആദ്യം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് വെച്ച് നോക്കാം ബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫിറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ബോക്സ് കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ എടുക്കാമല്ലോ. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാനിതിൽ പറയുന്ന അതേ മെഷർമെൻറ്റ്സിൽ തന്നെ നിങ്ങൾ ചെയ്യണം എന്നില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാര്യം നടന്നാൽ മതി. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ നമ്മുടെ ഒരു ബോക്സ് ആദ്യം ആ ഒരു ബേസ് ബോക്സിൻ്റെ നമുക്ക് എന്താ പറയുക ഒരു ബുക്ക്ലെറ്റ് വെക്കാനുള്ള ഒരു ബോക്സിൻ്റെ ഭാഗം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലക്സ് ക്യുക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാം, സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് നന്നായിട്ട് സ്റ്റിക്കായി കിടക്കും. അതിൻ്റെ യൂസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പം ഇതൊന്ന് ഞാൻ ബേസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആ ഒരു 4 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് മാത്രമായിട്ടും ചെയ്താൽ മതി കേട്ടോ. അടിയിലുള്ള ഒരു ബേസ് ചെയ്യണം എന്നില്ല, അത് നിങ്ങളുടെ ഓരോ എന്താ പറയുക എളുപ്പം പോലെയാണ് കേട്ടോ. എനിക്കിതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. ആ ഒരു ബേസും കൂടെ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഫാബ്രിക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, മുമ്പോട്ട് മനസ്സിലാവും ഞാൻ ഇത് ചെയ്ത് വരുമ്പോൾ കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു ബേസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ്. മറ്റേതാകുമ്പോൾ കുറച്ചൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഈ ബേസ് കൊടുക്കാതെ, അതായത് ഈ അടിയിലുള്ള ഒരു ഷീറ്റ് ഉണ്ടല്ലോ അത് കൊടുക്കാതെ ആ ഒരു 4 സൈഡ് മാത്രം വെച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര ഒരു ഈസി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബോക്സ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കണ്ടോ, 4 സൈഡും നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് ഇതിൽ ഫാബ്രിക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ,
ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാനിപ്പം ഇങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് അത്ര പീസ് ഉണ്ടായിരുന്നില്ല അത് ഫുള്ള് കവറാക്കാൻ വേണ്ടിയിട്ട്. കാരണം കണ്ടോ ഒരു 2 സൈഡിൽ ആ ഒരു ഫാബ്രിക് ഫുള്ളായിട്ട് കവറാവുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പീസ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 4 സൈഡും കവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു ബേസിലുള്ള ആ ഒരു ബോർഡ് കവർ ആവണം എന്നില്ലല്ലോ. അപ്പം അത് കുറേ വേസ്റ്റും വരും നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വേസ്റ്റേജ്. ഒന്നാമത് ഞാൻ ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അത്രയും പീസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ മുമ്പേ ഞാനിപ്പം ഇതുപോലെ ഫാബ്രിക് ക്ലോത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ അധികം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ബോക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് തികയായിരുന്നില്ല. അപ്പം പിന്നെയും അതിന് എന്താ പറയുക ക്ലോത്തിന് വേണ്ടിയിട്ട് പോകണ്ടേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചെയ്തൊരു മെത്തേഡ് വെച്ചാൽ ഇതുപോലെ പീസ് ഒരു 4 സൈഡ് കവർ ചെയ്യാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന അതുപോലെ നമ്മുടെ എന്താ പറയുക ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുമാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഈ ഒരു സ്റ്റിക്കൊന്നും ചെയ്യുന്നത് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പെട്ടെന്ന് സ്റ്റിക്കാതെ എന്തെങ്കിലും ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിത് അപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്, അതായത് പെട്ടെന്ന് തീർക്കേണ്ടയും കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈറ്റ് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും സ്റ്റിക്ക് ചെയ്ത് കിട്ടാനൊക്കെ. പക്ഷേ അത് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം എന്താ പറയുക നമ്മളെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കണ്ടോ ഇങ്ങനെ പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടോ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കണ്ടോ നല്ല വൃത്തിയിൽ ഇതുപോലെ ഒരു സൈഡ് ഫോൾഡ് ആക്കുക. കാരണം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒരു കോർണറിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോക്സിന് ഫുള്ള് വർക്ക് കഴിയുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ചൂട്ടിയതാണെന്ന് തോന്നാത്ത രീതിയിലും ഉണ്ടാവും. പിന്നെ അതുപോലെ നല്ല നീറ്റായിട്ടും ഉണ്ടാവും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക ഈ ബോക്സിൻ്റെ സൈഡ് ഭാഗം ഫുള്ളായിട്ട് നല്ല രീതിയിൽ നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു ബേസ് ബോർഡൊന്നും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഉള്ളിലാണെങ്കിൽ നമ്മൾ ഈ ഫാബ്രിക് വെച്ചിട്ടല്ല കവർ ചെയ്യുന്നത്. ഉള്ളിൽ നിങ്ങളിപ്പോൾ ഫാബ്രിക് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഷീറ്റ് എടുത്തിട്ട് അങ്ങനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഇപ്പം ചെയ്യാൻ പോകുന്ന ബോക്സിൽ ഫാബ്രിക് അല്ല ഉള്ളിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്യാത്തത് കേട്ടോ. ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ സൈഡ് ഭാഗം മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് ഈ രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പം ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബോക്സ് ഞാനിതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ആക്ച്വലി എനിക്കൊരു വർക്കിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എനിക്കിപ്പം ഒരു വർക്ക് ഉണ്ട്, പക്ഷേ അത് ഈ ഒരു കളറല്ല അവർക്ക് വേണ്ടത്, വേറൊരു കളറാണ്. പക്ഷേ ആ കളറിലുള്ള എൻ്റെ അടുത്ത് ഫാബ്രിക് ക്ലോത്ത് അല്ല, വേറൊരു മെറ്റീരിയലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെ എൻഡിലേക്ക് ഞാൻ ആ ഒരു ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്ന വീഡിയോൻ്റെ. സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ഈ ഒരു വീഡിയോ അല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത്, കാരണം ഇതിൽ ഞാനിപ്പോൾ പേപ്പറും കാര്യങ്ങളൊന്നും നമുക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാനുണ്ടല്ലോ ഇതിൽ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മേക്കിംഗ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തന്നത്. അപ്പം ബാക്കിയുള്ളത് ഞാൻ ആ ഒരു ബോക്സിൻ്റെ പോർഷൻസാണ് കേട്ടോ കാണിക്കുക. സെയിം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ അതാ ഫുള്ള് ഞാനിതാ ഒരു പീസും സംഭവങ്ങളൊക്കെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് തികയാത്തോണ്ട് അവിടെ ആ ഒരു ഫുൾ പീസ് എടുക്കുന്നതന്നെയാണ് കേട്ടോ നല്ലത്. ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെയ്യാന്നുള്ള മട്ടിലാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ നിങ്ങൾ നീറ്റായിട്ട് ഫുള്ള് കിട്ടുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്ലോത്ത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനുള്ള പർപ്പസ് മാത്രം ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ. ഇതിപ്പോൾ എനിക്ക് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇത് എന്തിനെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. വെറുതെ നമ്മളൊരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത്രയും മെറ്റീരിയൽ യൂസ് ചെയ്യുകയും ചെയ്താണല്ലോ. അപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു കളറിലിപ്പം നല്ല ഞാൻ ചെയ്ത വർക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ബോക്സ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കളറിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഞാൻ ഇപ്പോഴും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും കേട്ടോ, ഇതിൽ ഈ നമ്മുടെ ബുക്ക്ലെറ്റ് വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ ആ ഒരു ബേസ് നിങ്ങൾ ചെയ്തെടുക്കണം എന്നുള്ളത്. ഇനി ഇതാ നമ്മൾ ഈ ഒരു ബോക്സ് ഈ ഒരു പോർഷനിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗൺ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ഗ്ലൂ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബേസ് ബോക്സിൻ്റെ ആ ഒരു ഇത് നമ്മളിതിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ബോക്സ് ഇപ്പം എന്താ പറയുക ഒരു 80% റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചില്ലറ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു ബോക്സിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. കണ്ടോ, ഇത് വേറൊരു കളറാണ് കേട്ടോ വരുന്നത്. നേരത്തെ കാണിച്ചൊരു മെറൂൺ ഷെയ്ഡാണെങ്കിലും ഇതൊരു നല്ല വൈൻ റെഡ് ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ അതാണൊരു അപ്പം ഇതിലുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ ഒരു എന്താ പറയുക ലിഡിൻ്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് എന്താ വേണ്ട വിചാരിച്ചാൽ ഒരു പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് വേറെ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് ഞാനിതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു ലിഡിൻ്റെ ആ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇനി നമുക്ക് ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ, എന്നാലേ നമുക്കത് കറക്റ്റ് അവിടെ സ്റ്റിക്കായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മുടെ ഒരു ബോക്സ് കുറച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടോ ഇതുപോലെ നമ്മുടെ ഗോൾഡൻ ഷീറ്റാണ്, മെറ്റാലിക് മിറർ ഷീറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫാബ്രിക് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്വല്ലറി ബോക്സൊക്കെ പോലെ അതിലൊക്കെ ഉള്ളിൽ ഫാബ്രിക് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഫൈനൽ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്രിലിക് കട്ടിങ്സും സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചത് ഒന്നിങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഇതിലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവസാന നിമിഷത്തിൽ കിട്ടിയ പണി എന്നൊക്കെ പറയാം. ഇത് കണ്ടോ, ഇതാണ് സംഭവം. പക്ഷേ ഈ സംഭവം ഞാൻ സ്റ്റിക്ക് ചെയ്ത് വന്നപ്പോൾ ലെറ്റേഴ്സ് മിസ്സായി വെച്ചാൽ ഞാൻ കാണുന്നില്ല വെച്ച സ്ഥലത്ത്. എന്നിട്ട് ഫുള്ള് ഈ സ്പെല്ലിങ് ആ വൈൻ്റെ ഇതുണ്ടല്ലോ അത് ഫുള്ള് നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിലുള്ള അവിടെ പോയിട്ട് സ്റ്റിക്ക് ചെയ്തു. അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഫുള്ള് ഇപ്പോൾ നമ്മുടെ റീലെടുക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ബോക്സ് ചെയ്ത സമയത്ത്. അപ്പം അതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ ബോക്സ് സ്റ്റിക്കൊക്കെ ചെയ്ത് കണ്ടോ, ആ വൈ കണ്ടോ മിസ്സായത്, ചെറിയൊരു പണി കിട്ടിയതാണ്. വൈ കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഉള്ളിലും ഈ ഒരു നെയിം സ്റ്റിക്ക് ചെയ്യാനുണ്ടല്ലോ ബുക്ക്ലെറ്റിൻ്റെ, അപ്പം അതിൻ്റെ വൈയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി സംഭവം. കണ്ടോ ഈ ഒരു വൈ ഇവിടെ സ്മോൾ വൈ, ഇവിടെ ശരിക്കും ആ ഒരു ബിഗ് വൈ ആയിരുന്നു വേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ. പിന്നെ മിസ്സായിപ്പോയി. അപ്പം പിന്നെ ഇതുണ്ടാവും ഈ ഒരു സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഈ ഫാബ്രിക്കിലൊക്കെ ഉള്ള പൊടികൾ വരുമല്ലോ. ഈ വെൽവെറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നല്ലോണം പെട്ടെന്ന് പൊടി ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ, ചെറിയ അത് നമുക്ക് എന്താ പറയുക വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാട്ടോ. ഇവിടെ എല്ലാ ഷോപ്പിലും ഇത് കാണാറുണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അയൺ ചെയ്യുന്ന സമയത്തും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ പേരെന്താ എനിക്ക് അറിയില്ല. ഇവിടെ എന്താ പറയുക സൈഫുക്ക അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഓഫീസ് നമ്മളെ ഡ്രസ്സിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടി വരുമല്ലോ, അത് പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യലുണ്ട്. ഇപ്പോൾ ഫാബ്രിക് ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലുള്ള പൊടികളൊക്കെ വെൽവെറ്റിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് പൊടി ഇങ്ങനെ ഒരു ചെറിയ പൊടിയുള്ള പോലെ തോന്നും. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യലുണ്ട്. ഒരു എന്താ പറയുക ഒരു സ്റ്റിക്കാവുന്ന സംഭവം ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ അതിൽ പറ്റിപ്പിടിക്കും ആ പൊടികളൊക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ റീലിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതായിരുന്നു.
നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടോ, അത് പിന്നെ ഞാൻ മാറ്റിയിട്ട് പിന്നെ കസ്റ്റമറിന് അത് നോട്ട് ചെയ്തിട്ടോ, അത്ര ഒരു സുഖമില്ലാന്ന് പറഞ്ഞു, ഒരു വൈൻ്റെ സംഭവം. അങ്ങനെ പിന്നെ എനിക്കും തോന്നിയിട്ടോ. പക്ഷേ ഞാൻ ആ റീലെടുത്ത സമയത്ത് പെട്ടെന്ന് അന്ന് എനിക്ക് ആ ഒരു റീലെടുക്കണമായിരുന്നു. അപ്പം ഈ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് തന്നെ അവർക്ക് വീഡിയോ ഒന്നും ആവശ്യമില്ലല്ലോ, അവർക്ക് സാധനം കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ വീഡിയോ നമ്മളെടുക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക റീലിടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഒരു ഏരിയ ആണല്ലോ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അത് കുഴപ്പമില്ല നമുക്ക് എന്നുള്ള രീതി. പിന്നെ കസ്റ്റമർ കൊടുത്ത സമയത്ത് പിന്നെയും ആ ഒരു കട്ടിങ്ങും സംഭവമൊക്കെ ചെയ്തു, ഫുള്ള് പ്രിൻ്റൊക്കെ മാറ്റിയെടുത്ത് ഫുള്ള് മാറ്റി ചെയ്ത് കൊടുത്താട്ടോ. എന്താ പറയുക, ഞാൻ ആദ്യം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താണ്. പക്ഷേ ഈ റീലെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു അക്രിലിക് സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ആക്ച്വലി ഇങ്ങനെയല്ല, ഉള്ളിൽ സ്മോൾ വൈ തന്നെ വെച്ചു, പുറത്ത് ബിഗ് വൈ വരുന്ന രീതിയിലൊക്കെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ നിക്കാഹിനാമൻ്റെ ഒരു ബോക്സ് ചെയ്തെടുക്കുന്നൊരു. പിന്നെ ഇതിലുള്ള ഈ ഒരു വൈറ്റ് ബോക്സ് എന്ന് പറയുന്ന നിക്കാഹിനാമൻ്റെ ആ ഒരു സെറ്റ് A3 സൈസാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു AY എന്ന് പറയുന്നത് ഇത് A4 സൈസിലാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ 7 എന്ന് പറയുന്നത്, ഇത് A3 സൈസിലുള്ള നിക്കാഹിനാമൻ്റെ ആ ഒരു സെറ്റാണ് കേട്ടോ, ബോക്സും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതും ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള A3 സൈസിലാണ് വരുന്നത്. അപ്പം 2 സൈസിലാണ് ചെയ്യാറുള്ളത്, A4ലും A3ലും. ഈ A4ഉം A3 എന്നും പറയുന്നത് ബോക്സിൻ്റെ സൈസല്ല കേട്ടോ, ബുക്ക്ലെറ്റിൻ്റെ സൈസാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.